പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ അദ്ദേഹം കഴിഞ്ഞ 10 വർഷം കൊണ്ടുവരുത്തിയ അഭൂതപൂർവമായ മാറ്റമാണ് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുക. കാലങ്ങളായി പിന്നോക്കാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന നഗരത്തെ നരേന്ദ്രമോദിയുടെ നിതാന്ത പരിശ്രമങ്ങൾ കൊണ്ട് ഇന്ന് ലോകം തന്നെ ഒഴുകിയെത്തുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്ത കഥയാണ്. ഒരുപാട് പറയാനുണ്ടെങ്കിലും വാരണാസിയിലെ ഏറ്റവും മികച്ച 10 പദ്ധതികളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ യൂട്യൂബ് ബ്ലോഗറായ ധ്രുവരാതി BBC-ക്ക് വേണ്ടി 2019 ചെയ്ത വാരണാസിയുടെ വീഡിയോയുടെ ചില ഭാഗങ്ങളും, കേരളത്തിലെ പ്രശസ്ത ബ്ലോഗറായ സുജിത് ഭക്തൻ വാരണാസിയെക്കുറിച്ച് ചെയ്ത പഴയ ചില നെഗറ്റീവ് വീഡിയോകൾ കൂടി കണ്ടിട്ട് ഇന്നത്തെ വാരണാസി കണ്ടാൽ ആ വ്യത്യാസം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഒരു ഗല്ലിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തറയിലൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ, ശരിക്കും ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലമായിട്ട് പോലും ഇവിടെ വൃത്തിയുള്ള ടോയ്ലറ്റുകളോ, ശരിക്കും ഭയങ്കര കച്ചറയാണ് ഓരോ സ്ഥലങ്ങൾ. ശരിക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. मेरे पीछे 80 घाट है, यहाँ मैं रविदास घाट पर खड़ा हूँ और दोस्तों आप देख सकते हैं यहाँ पर कितना कूड़ा पड़ा हुआ है. तट में इस पानी में नहाते हैं, पूजा करते हैं और यहाँ तक कि कुछ लोग इसे पीते भी हैं. തീർച്ചയായും ഇവരെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചത്. 2019-2020 കാലത്ത് ഇവർ അവിടെ പോയി ചെയ്ത വീഡിയോ പോലും നമ്മളെ ഇത്രയും അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എന്തായിരിക്കാം അവിടുത്തെ അവസ്ഥ എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അത്തരമൊരു നഗരം നരേന്ദ്രമോദി സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികമാക്കിയെടുത്തത് വ്യക്തമായി മനസ്സിലാക്കാനാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചത്. ഈ വ്ളോഗർമാർ കുറ്റപ്പെടുത്തിയ അതേ കാശി തീരവും ഘാട്ടുകളും തന്നെയാണ് ഈ കാണുന്ന തലത്തിലേക്ക് കാശി വിശ്വനാഥ് കോറിഡോർ ധാം എന്ന പേരിൽ നരേന്ദ്രമോദി മാറ്റിയെടുത്തത്. അതേ മലിനമായിരുന്ന ഗംഗ ശുചിയാക്കിയാണ് പ്രധാനമന്ത്രി മുങ്ങിക്കുളിച്ച് ഗംഗ ആരതി ചെയ്യുന്നത്. കാശി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം നരേന്ദ്രമോദി ഗവൺമെൻറ് 1244 പദ്ധതികൾക്കായി 20,298 കോടി രൂപയാണ് ചെലവഴിച്ചത്. ലോകത്തെ തന്നെ അതീവ താൽപ്പര്യത്തോടെ കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടുന്ന ഈ ഭൂമികയിലേക്ക് ആനയിക്കും വിധം വരുത്തിയ മാറ്റങ്ങളാണ് ഈ കാണുന്നത്. നേരത്തെ കണ്ട അഴുക്കുചാലുകളും ഗലികളും നിറഞ്ഞ തെരുവിൽ നിന്ന് അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിച്ച് അവർക്കുള്ള നഷ്ടപരിഹാരങ്ങൾ നൽകി ഗവൺമെൻറ് ഭൂമി വാങ്ങി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. ഇന്നീ കാശി അതിമനോഹരമാണ്. ഗംഗ അവൾ അതീവ പരിശുദ്ധയുമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയത് മോദി വിരോധിയായ സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി തന്നെ ഗംഗയിലെ വെള്ളം കയ്യിൽ കോരി കുടിച്ചുകൊണ്ടാണ്. വാരണാസിയിലെ വികസനങ്ങളുടെ കഥ ഒരുപാട് പറയാനുള്ളതുകൊണ്ട് കാശി ഗംഗാ ശുചീകരണം പ്രത്യേക വീഡിയോയായി പിന്നീട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വാരണാസിയിലേക്ക് യാത്ര ചെയ്യാം. ഏറ്റവും ആദ്യം ഇതേ കാശി വാരണാസി തീർത്ഥാടക നഗരത്തിൽ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ നഗര റോപ്വേ പദ്ധതിയെക്കുറിച്ച് നോക്കാം. വളരെ തിരക്കേറിയ ഈ തീർത്ഥാടക നഗരത്തിൽ എത്തുന്ന ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും ക്ഷേത്രത്തിൽ സമയബന്ധിതമായി ദർശനം നടത്തി പൂർത്തിയാക്കുക ഏതാണ്ട് അസാധ്യമാണെന്നുള്ള പരാതിക്ക് പരിഹാരമായാണ് ഈ റോപ്വേ പദ്ധതി നരേന്ദ്രമോദി വിഭാവനം ചെയ്തത്. ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരത്തിൽ സർവീസ് നടത്തുന്ന ഈ പദ്ധതി പ്രകാരം വാരണാസിയിൽ നിന്ന് തുടങ്ങി കാശി വിദ്യാപീഠം, രഥയാത്ര, ഗിരിജാഘർ വഴി ഗജൗരിയ ചൗക്കിലാണ് അവസാനിക്കുന്നത്. 10 യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന 153 കാറുകളാണ് ഈ സർവീസിൽ ഉണ്ടാവുക. ഇപ്രകാരം ദിവസവും ഏതാണ്ട് 1 ലക്ഷം യാത്രികർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയും. റോഡ് മാർഗം ഏതാണ്ട് 1 മണിക്കൂറിൽ അധികമെടുക്കുന്ന ദൂരം കേവലം 10-15 മിനിറ്റിൽ പൂർത്തിയാക്കാൻ ഈ റോപ്വേ സർവീസ് പ്രകാരം കഴിയും. ദിവ്യാംഗർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയും വിധം തയ്യാറാക്കുന്ന ഈ റോപ്വേ സർവീസിൻ്റെ സ്റ്റേഷനുകൾ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ലിഫ്റ്റുകളും റെസ്റ്റോറൻറ്റുകളും ATM കൗണ്ടറുകളും അടക്കം വിശാലമായി തന്നെയാണ് നിർമ്മിക്കുന്നത്. ഈ പദ്ധതി ഈ നാടിൻ്റെ വികസനവും ടൂറിസം സമ്പദ് വ്യവസ്ഥയും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നതിലും സംശയമേയില്ല. അടുത്തത് സുരേഷ് റൈന, മുഹമ്മദ് ഷമി, ഭുവനേശ്വർ കുമാർ, കുൽദീപ് യാദവ്, ഇന്നത്തെ കാലത്തെ റിങ്കു സിംഗ് വരെയുള്ള അനേകം ക്രിക്കറ്റ് പ്രതിഭകളെ സമ്മാനിച്ച UPക്ക് വേണ്ടി വാരണാസിയിൽ 30 ഏക്കറിൽ 30,000 കാണികളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും വിധം നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വാരണാസി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. കേവലം സ്റ്റേഡിയം മാത്രമല്ല, ഒരു സ്പോർട്സ് ഹബ്ബാക്കി ഒരുക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ടാകും. സ്റ്റേഡിയത്തിലേക്കുള്ള ഗതാഗത വികസനവും അതിപ്രധാനമാണ്. പരമശിവൻ്റെ നാടായ കാശി വാരണാസിയിൽ ഭഗവാന്റെ ചന്ദ്രക്കലയുടെ രൂപത്തിൽ ഒരുങ്ങുന്ന ഈ സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾ തൃശൂലത്തിൻ്റെ മോഡലിലും മീഡിയ സെൻറ്റർ പരമശിവൻ്റെ ഡമരുവിൻ്റെ ആകൃതിയിലുമാണ് നിർമ്മിക്കുന്നത്. മറ്റൊരു പ്രധാന പദ്ധതിയാണ് രുദ്രാക്ഷ് എന്ന ഓപ്പറ ഹൗസ് കൺവെൻഷൻ സെൻറ്റർ. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള കലാ സാംസ്കാരിക ബന്ധവും
ബുദ്ധമത സംഹിതയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജപ്പാന്റെയും ഭാരതത്തിൻ്റെയും തനത് കലാപരിപാടികൾ നടത്തുന്ന മനോഹരമായ വേദി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ ബൃഹത്തായ കൺവെൻഷൻ സെൻറ്റർ വിശാലമായ കോൺഫറൻസ് ഹാളുകളും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടെയാണ് നിർമ്മിക്കുന്നത്. ശിവലിംഗത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കുന്ന ഈ അന്താരാഷ്ട്ര കൺവെൻഷൻ സെൻറ്ററിൻ്റെ പുറത്തെ ഹസാഡിൽ 108 രുദ്രാക്ഷങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നു. വാരണാസിയുടെ ഈ ഒപ്പറ ഹൗസ് അയോധ്യ ക്ഷേത്ര ദർശനവും കൂടി തുടങ്ങുമ്പോൾ ഭാരതത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുമെന്നതിലും സംശയമില്ല. മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് പദ്ധതിയാണ് വാരണാസി ടെൻറ്റ് സിറ്റി. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായതിനു ശേഷം ദ്രുതഗതിയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. വർദ്ധിച്ചു വരുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് കണക്കിലെടുത്ത് വാരണാസി ഡെവലപ്മെൻറ്റ് അതോറിറ്റി മുൻകൈയെടുത്ത് ഗംഗാതീരത്ത് 30 ഏക്കറിൽ നിർമ്മിക്കുന്ന ഒരു ടെൻറ്റ് സിറ്റി പ്രൊജക്റ്റാണിത്. മനോഹരവും സുരക്ഷിതവുമായ ടെൻറ്റ് റൂമുകൾ, 800-ലധികം സന്ദർശകർക്ക് ഇരിക്കാൻ കഴിയുന്ന കോൺഫറൻസ് ഹാളുകൾ, ശാന്തവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം, സന്ദർശകർക്ക് താമസിക്കാനും സമയം ചെലവഴിക്കാനും ഓപ്പൺ ടെൻറ്റുകളും കോട്ടേജുകളും, നദീതീരത്ത് നിന്ന് ബോട്ടിംഗ് സർവീസുകൾ, വിശാലമായ യോഗാ കേന്ദ്രങ്ങൾ, അങ്ങനെ വിദേശ സ്വദേശ ടൂറിസ്റ്റുകൾക്ക് ആധ്യാത്മികതയിൽ ഊന്നിയുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ് വാരണാസിയിൽ. ഈ പദ്ധതി എത്ര ഭാരതീയർക്ക് ഉപജീവനമാർഗം നൽകും എന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സർവേദ മന്ദിർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻറ്റർ, അതും വാരണാസിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ഈ ബൃഹത്തായ മന്ദിരം വാരണാസി പോലെ ഒരു തീർത്ഥാടക നഗരത്തിൻ്റെ യോഗാ കേന്ദ്രമായും ഒപ്പം അറിവിൻ്റെ കേന്ദ്രമായും ലോകത്തിന് വിളക്കായി നിലനിൽക്കുന്നു. റോഡ് വികസനങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 2 പദ്ധതികൾ മാത്രം പറയാം. ഒന്ന്, വാരണാസിയിലെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള വാരണാസി റിംഗ് റോഡ്. 3 ഫേസുകളിലായി ഏതാണ്ട് 64 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന റിംഗ് റോഡ് യു.പിയിലെ പ്രധാനപ്പെട്ട നിലവിലെ ദേശീയപാതയായ ദേശീയപാത 19 കണക്ട് ചെയ്യുന്നു. ഈ പദ്ധതി വാരണാസിയുടെ വികസനത്തിന് കൂടുതൽ ഊർജ്ജം നൽകും. ഈ റിംഗ് റോഡ് അവസാനിക്കുന്ന ഈ മനോഹരമായ ഇൻ്റർചേഞ്ചിൽ നിന്ന് ഈ റോഡ് കണക്ട് ചെയ്യുന്നത് പുതുതായി ദേശീയപാത 19 സമാന്തരമായി കൊൽക്കത്തയിലേക്ക് പോകുന്ന വാരണാസി കൊൽക്കത്ത എക്സ്പ്രസ് ഹൈവേയിലേക്കാണ്. യു.പി, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നീ 4 സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്തുള്ള ഈ പുതിയ എക്സ്പ്രസ് ഹൈവേ ഏതാണ്ട് 690 കിലോമീറ്റർ ദൂരത്തിലാണ് നിർമ്മിക്കുന്നത്. നിലവിലെ NH-19 ഏതാണ്ട് 14-15 മണിക്കൂർ എടുക്കുന്ന കൊൽക്കത്തയിലേക്കുള്ള യാത്ര പൂർണ്ണമായും പുതുതായി നിർമ്മിക്കുന്ന എക്സ്പ്രസ് ഹൈവേ വഴി അതിൻ്റെ പകുതി സമയത്തിൽ എത്തിച്ചേരാനാകും. 4 സംസ്ഥാനങ്ങൾക്ക് നേട്ടമാകുന്ന ഈ പദ്ധതി നരേന്ദ്രമോദി പ്രത്യേകം മുൻകൈയെടുത്ത് വാരണാസിയിലെ ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വാരണാസിയെ അയോധ്യ രാമക്ഷേത്രവുമായി ജലമാർഗം കണക്ട് ചെയ്യുന്ന വാട്ടർ മെട്രോ, റോറോ ബോട്ട് സർവീസ് തുടങ്ങിയവ. എന്നാൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ബോട്ട് സർവീസും ഇന്ന് വാരണാസിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഗംഗാവിലാസ് എന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ഈ ബോട്ട് നദിയിലൂടെ സഞ്ചരിക്കുന്ന ക്രൂയിസ് ബോട്ടുകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ്. വാരണാസിയിൽ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ വിനോദ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ ബംഗ്ലാദേശിലെ നദികളിൽ കൂടി സഞ്ചാരം നടത്തി 51 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഈ സർവീസ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീസഞ്ചാര റൂട്ടാണ്. 51 ദിവസത്തെ എല്ലാ ആഡംബര സുഖങ്ങളും അടങ്ങിയ ഈ വിനോദയാത്രാ പാക്കേജിന് ഒരാൾക്ക് ചിലവാകുന്നത് ഏതാണ്ട് 20 ലക്ഷം രൂപയാണ്. വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം, മുഖം മിനുക്കിയ അത്യാധുനിക ബനാറസ് റെയിൽവേ സ്റ്റേഷൻ, വാരണാസി RRTS ട്രെയിൻ സർവീസ്, വാരണാസി ലക്നൗ മെട്രോ സർവീസ് തുടങ്ങി അനേകം പദ്ധതികൾ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം നരേന്ദ്രമോദി തന്നെ നേരിട്ട് ചുക്കാൻ പിടിച്ച് നടപ്പിലാക്കുന്നു. ഒപ്പം വാരണാസി നഗരങ്ങളും ഗ്രാമങ്ങളും പൂർണ്ണമായി സൗന്ദര്യവൽക്കരിക്കാൻ നടത്തുന്ന വിവിധ പദ്ധതികൾ, ഗംഗാനദി ശുദ്ധീകരണത്തിന് തീരങ്ങളിൽ വിവിധ മേഖലകളിൽ നിർമ്മിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച ബഹുനില ഫ്ളാറ്റുകളും വീടുകളും, നഗര ഗ്രാമീണ മേഖലകളിലെ നിരവധി റോഡുകളും പാലങ്ങളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളും, പോലീസിനും വിവിധ ഗവൺമെൻറ് വകുപ്പുകൾക്കടക്കം നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളും, നഗരഹൃദയത്തിൽ വിശാലമായ 2 വീലർ 4 വീലർ പാർക്കിങ്ങിന് വേണ്ടി നിർമ്മിച്ച ബഹുനില ബിൽഡിങ്ങുകൾ, പബ്ലിക് ടോയ്ലറ്റുകളും, കർഷകർക്ക് വേണ്ടി നടത്തുന്ന വിവിധ ഗവേഷണ സ്ഥാപനങ്ങളും മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങളും, അവർക്ക് വേണ്ടി പ്രത്യേകമായി നടപ്പിലാക്കുന്ന പദ്ധതികളും, വിനോദസഞ്ചാര ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ, വിവിധ ജലഗതാഗത സംവിധാനങ്ങൾ, കുട്ടികൾക്കുള്ള പാർക്കുകൾ അടക്കം പറഞ്ഞാലും തീരാത്തത്ര വികസന പദ്ധതികൾ 80 ലോക്സഭാ മണ്ഡലങ്ങളടങ്ങിയ ഉത്തർപ്രദേശിലെ കേവലം ഒരു മണ്ഡലത്തിൽ മാത്രം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നടപ്പാക്കിയതിൻ്റെ നേർചിത്രമാണ് നിങ്ങളെ കാണുന്നത്. ഗുജറാത്തിലെ അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലമായ വഡോദരയിൽ നിന്ന് വാരണാസിയിലേക്ക് തൻ്റെ തട്ടകം മാറ്റിയ നരേന്ദ്രമോദി വഡോദര വാരണാസി കണക്ട് ചെയ്തിട്ടുള്ള ഗതാഗത സർവീസും തുടങ്ങിയിട്ടുണ്ട്. 2024 ലോക്സഭയിൽ തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം മത്സരിക്കാനെത്തുമെന്ന് ഞാൻ കരുതുമ്പോൾ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ അടുത്തതായി ലഭിക്കാൻ പോകുന്നത് ഒരുപക്ഷെ കേരള തലസ്ഥാനത്തിനടുത്തുള്ള കന്യാകുമാരിയിലായിരിക്കും.
നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ നിന്നും തൻ്റെ സഭയിൽ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണമെന്ന വാശിയോടെ ദക്ഷിണ ഭാരത ദൗത്യവുമായി നരേന്ദ്രമോദി കേരളത്തിലും വിവിധ സന്ദർശനങ്ങളുമായി തുടർച്ചയായി എത്തുമ്പോൾ അനന്തപുരി മണ്ഡലവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചാൽ അത് ഏത് മണ്ഡലത്തിലായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. നന്ദി.